ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിജി. വണ്ടർ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇഷ്ടരാഗം എന്ന പുതിയ മൂവിയുടെ വൺ ഓഫ് ദ ഫേമസ് ആൻഡ് അപ്കമിങ് ആക്ടർ ആകാശ്. നമസ്കാരം ആകാശ്. നമസ്കാരം. താങ്കൾ ഏവിയേഷനിൽ നിന്ന് ഇപ്പോൾ സിനിമയിലോട്ട് ഒരു ബിഗ് ജേണിയാണ്. ഹൗ ഇസ് ദാറ്റ് ജേണി? ഏവിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. എൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എയർപോർട്ട്സ്. കാരണം ഞാൻ പഠിച്ചു വളർന്നൊക്കെ മിഡിൽ ഈസ്റ്റിലാണ്. ഇപ്പൊ ഇടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ ഫ്ലൈറ്റിലാണല്ലോ വരുന്നത്. അതെ. അപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ അതാണ് പഠിച്ചത്, ഏവിയേഷൻ ഫീൽഡ്. പിന്നെ മോഡലിംഗിലോട്ട് ഞാൻ കടന്നു, മോഡലിംഗ് ചെയ്തു. അങ്ങനെയാണ്. പിന്നെ അതെങ്ങനെയാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മോഡലിംഗിലോട്ട്? മോഡലിംഗ് ഞാൻ ഇങ്ങനെ എൻ്റെ പാരന്റ്സ്, അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് ഫോട്ടോസ് കിട്ടാൻ, പിന്നെ ചില ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ വരുമ്പോൾ അവർ എൻ്റെ ഫോട്ടോ എടുക്കും. അപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ല ഫോട്ടോജനിക് ഫേസ് ആണ്, അപ്പോൾ നീ മോഡലിംഗ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും മോഡലിംഗ് ചെയ്യുമ്പോൾ. ലുക്സ് മാത്രമല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് കോൺഫിഡൻസും പിന്നെ ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഞാൻ മോഡലിംഗിലോട്ട് ഞാൻ 2019 ഞാൻ മോഡലിംഗിലേക്ക് വരുന്നത്. ഒരു ഫോട്ടോഷൂട്ടാണ് ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. എറണാകുളത്ത് തന്നെ. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് തുടക്കം. പിന്നെ 2020-21 നമ്മുടെ കോവിഡ് ലോക്ക്ഡൌൺ ടൈമില് ഞാൻ എന്താ പറയാ, അപ്പം പഠിക്കായിരുന്നു, ഏവിയേഷൻ ഫീൽഡ് പഠിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, എന്തുകൊണ്ട് ഈ വീട്ടിലിരിക്കുന്ന ഈ ഒരു ടൈം, വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ടൈമിൽ എന്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂടാം. അങ്ങനെയാണ് ഞാൻ മോഡലിലോട്ട് കിടന്ന് അങ്ങനെ പേജന്റിൽ പോയി അങ്ങനെ ടൈറ്റിലൊക്കെ അടിച്ചിട്ടുണ്ട്. ടൈറ്റിലിന്റെ പേരെന്ന് പറയൂ. മിസ്റ്റർ ഇന്ത്യൻ ഐക്കൺ 2021, പിന്നെ മിസ്റ്റർ ഇന്ത്യൻ വേൾഡ് വൈഡ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ. ഡൽഹിയിലുള്ളൊരു പേജന്റ് ആണ്, അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറും കൂടിയാണ് ഞാൻ. ഇപ്പൊ ഏതെങ്കിലും പ്രോഡക്റ്റോ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ ഒരു മോഡലാണോ, അംബാസിഡർ ആയിട്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല അതുവരെ. ഓക്കെ. ഇത് ഫസ്റ്റ് മൂവി ആണെന്ന് പറഞ്ഞു. അതെ. അപ്പം വേറെ ഷോർട്ട് ഫിലിം, മ്യൂസിക്കൽ ആൽബംസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മ്യൂസിക്കൽ ആൽബം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിന്റെ പേരെന്തുവാ? പ്രിയം പ്രിയതരം. അതിൽ വൺ ഓഫ് ദ ലീഡ് ആയിരുന്നു. അതിലും ലീഡ് തന്നെയായിരുന്നു. ഓക്കെ. അതില് എന്നെ കണ്ട ശരിക്കും സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഒരു റെട്രോ സ്റ്റൈലുള്ള ലുക്കാണ്. അത്യാവശ്യം നല്ല റീച്ചും ഇത് കിട്ടിയിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ ആണ്. ഓക്കെ. പ്രിയം പ്രിയതരം യൂട്യൂബിലുണ്ട്. ഓക്കെ, ഷുവർ. കാരണം താങ്കളെ ഇത് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് എല്ലാ കാര്യവും ചെക്ക് ചെയ്തായിരുന്നു. പക്ഷെ പിന്നെ ഒരു കാര്യം, ഈ ഒരു മൂവി പറഞ്ഞു ഇഷ്ടരാഗം, അതില് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, കൈലാഷ് ഏട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഹൗ ഡു യു ഫീൽ വർക്കിംഗ് വിത്ത് ദം? ഐ ഫീൽ ഹാപ്പി. കാരണം നമ്മള് ഫിലിമില് സ്ഥിരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില മുഖങ്ങളുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ എടുത്തു പറയാനാണെങ്കിൽ കൈലാഷ് ഏട്ടനുണ്ട്, ഫിലിംസിൽ കാണുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ മറിമായം, ഞാൻ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയുണ്ട് മറിമായം. മറിമായത്തില് നമ്മുടെ ഉണ്ണി എന്നുള്ള റോള് കളിക്കുന്ന നമ്മുടെ സ്വന്തം ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിച്ചേട്ടന്റെ ആ ട്രോളുകളും ആ ഒരു സ്റ്റൈലും ഒക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഫാൻസ് ഉണ്ട് ഉണ്ണിച്ചേട്ടൻ. ഞാൻ ഉണ്ണിച്ചേട്ടന്റെ ഫാനാണ്, എന്റെ അമ്മയും അച്ഛനും എല്ലാവരും ഫാനാണ്, അതുകൊണ്ട് എനിക്കറിയാം. സോ അതുകൊണ്ട് അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. അവർ പേഴ്സണലി പരിചയപ്പെടാനും പറ്റി, സംസാരിക്കാനും. എന്നെ അറിയാം, അപ്പോ എനിക്ക് ചേട്ടനെ അറിയാം. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. എന്തായിരുന്നു പാരന്റ്സിന്റെ ഒരു എക്സൈറ്റ്മെന്റ് മൊമെന്റ്? കാരണം മോൻ ഒരു മൂവിയിൽ സ്റ്റാർ ആയിട്ട് അഭിനയിക്കാൻ പോവുകയാണ്, ഹീറോ ആയിട്ട്. അപ്പം പൊതുവേ ഒരു ഫാമിലിക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. എന്തായിരുന്നു ഫസ്റ്റ്? ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവര് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എക്സൈറ്റ്മെന്റ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല, അങ്ങനൊന്നും ഇല്ല. അങ്ങനെയായിരുന്നു. നിനക്ക് താല്പര്യം ഉണ്ടോ, നീ പോയി അഭിനയിച്ചിട്ട് വന്നു പറഞ്ഞു. ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നീ ചെയ്യുന്ന നിനക്ക് താല്പര്യം. കാരണം ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജിലും ഒക്കെ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഡ്രാമ സ്കിറ്റ് അഭിനയിക്കും, വീട്ടിലും അത്യാവശ്യം കുറെ അഭിനയിക്കും. വേറെ കാര്യം, ആ അഭിനയം ആണ് നമ്മളെ സ്കൂളിലും. നമ്മള് എല്ലാവരും വി ഓൾ ഹാവ് എൻ ആർട്ടിസ്റ്റ് ഇൻ അവർ. നമ്മള് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ കഴിവ് എന്ന് പറഞ്ഞ ടാലന്റ് ആക്ടിംഗ് ആണ്. ബട്ട് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ നമ്മൾ പലരും ആക്ടേഴ്സ് ആണ്. പലരുടെയും മുമ്പിൽ നമ്മൾ പല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്, അല്ലേ? അതെ. സോ വി ഓൾ ഹാവ് ദ ടാലന്റ്. പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയുള്ളൂ, വേൾഡ് ഈസ് എ ഡ്രാമ, വി ആർ ഓൾ ആക്ടേഴ്സ്. അതെ. ഓക്കെ. ഈ ഒരു മൂവി അടുത്ത് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നായിരുന്നോ?
എനിക്ക് ഫിലിംസിന്ന് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു മുന്നേ 1-2. ബട്ട് എനിക്ക് സത്യം പറഞ്ഞ ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു, പിന്നെ പരിചയമില്ലായിരുന്നു ആര്. ഓക്കെ, ഈ മൂവി എങ്ങനെ ഡിസൈഡ് ചെയ്താണ് എന്റെ ഫസ്റ്റ് മൂവി എന്ന്? കാരണം നേരത്തെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെന്ന് ഇപ്പം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മൂവി ഇഷ്ടരാഗം? ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടരാഗം ഫിലിമിന്റെ ഒരു ഓഫർ എനിക്ക് വരുമ്പോൾ അത് കൊടുന്ന അന്നത് യാദൃശികമായിട്ടാണ്. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പോകും ആസ് എൻ ആക്ടർ എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മോഡലിംഗ് ഐഡിയ ഉണ്ടായിരുന്നു, ബട്ട് ഫിലിമിലോട്ട് ഞാൻ കിടക്കുന്ന യാതൊരു ഐഡിയ. കാരണം മോഡലിംഗ് ഇസ് ഡിഫറെന്റ്, ഫിലിം ഇൻഡസ്ട്രി ഇസ് ഡിഫറെന്റ്. രണ്ടും രണ്ട് മേഖലയാണ്. അപ്പോൾ ഇതില് ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എന്റെ ഫാദർ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ അന്ന് പഠിക്കുമായിരുന്നു, അപ്പോൾ ഞാൻ ഏവിയേഷൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് ട്രെയിനിങ് പീരീഡിൽ ഞാൻ ബസ്സിൽ തിരിച്ച് എന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ബാംഗ്ലൂരിലാണ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ ഇങ്ങനെ നിന്റെ കുറച്ച് ഫോട്ടോസ് അയക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ വാട്സാപ്പിൽ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തു. വെറുതെ ആയിരിക്കും, സ്റ്റാറ്റസ് ഇടാനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്തു. പിന്നീടാണ് എന്നെ അറിയിക്കുന്നത് ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ഈ ഫിലിമിന്റെ ഒരു പ്രൊഡ്യൂസർ സുരേഷ് രാമന്തളി എന്നുണ്ട്. ആള് ലിറിസിസ്റ്റ് ആണ്. അച്ഛനും മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആ വ്യക്തിയായിട്ടും കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ ഒരു മ്യൂച്വൽ സോഷ്യൽ മീഡിയ പരിചയം. അങ്ങനെയാണ് എനിക്ക് ഈ ഫിലിമിന് ഒരു ഓഫറിന് വേണ്ടിയിട്ടായിരുന്നു ഒരു ലീഡ് ആർട്ടിസ്റ്റ്. ഇവര് പുതുമുഖങ്ങൾ തന്നെയാണ് നായകനും നായികയാക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ നായകന്റെ റോളിൽ നിന്നെ അവര് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് സിനിമ. അപ്പം എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി? കാരണം ഒരു ക്യാരക്ടർ അതേപോലെ അഡോപ്റ്റ് ആവാൻ ഭയങ്കര പാടുള്ള കാര്യം. താങ്കൾ എങ്ങനെ ഇതിനെ അഡോപ്റ്റ് ചെയ്തു? കാരണം ഒരുപാട് ഡയറക്ടേഴ്സ് വഴക്കുറയും, പുതുമുഖങ്ങളാകുമ്പോൾ ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യും, ഞാൻ ആഗ്രഹിക്കുന്ന സാധനം ഇതാണ് എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നോ, അല്ല യു അഡോപ്റ്റഡ് ഈസിലി? എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ ഡയറക്ടർ നല്ല സിമ്പിൾ ആയിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ്. എന്നെ സത്യം പറഞ്ഞ സിനിമ ഞാൻ ഡയറക്ടറെ പരിചയപ്പെടുന്നത് ഷൂട്ടിന്റെ അന്നല്ല. ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ നേരിട്ട് കണ്ടു ഡയറക്ടർ പറഞ്ഞു ഫോട്ടോ മാത്രം കണ്ട പോലെ എനിക്ക് ഈ ചെറുക്കനൊന്നൊക്കെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ അന്ന് ബാംഗ്ലൂരായിരുന്നു, ഞാൻ തൃശ്ശൂർക്ക് വന്നു. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇവിടെ കണ്ണൂര് പോയിട്ട് ഡയറക്ടറെ കണ്ടു. ഡയറക്ടർ പറഞ്ഞു ഇവൻ ഓക്കെയാണ്, നീ കുറച്ച് വെയിറ്റ് വെക്കണം എന്ന് പറഞ്ഞു. ഒരു 2-3 കിലോ കൂട്ടിയാലും മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഫുഡ് കഴിക്കും, പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. പക്ഷെ വെയിറ്റ് ഗെയിൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ മേഖലയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി നോക്കണം, സ്കിൻ നോക്കണം. ഏത് മേഖലയിലായിരുന്നാലും നമ്മുടെ ബോഡിയും സ്കിന്നും നോക്കണം തീർച്ചയായിട്ടും. പക്ഷെ നമ്മള് അങ്ങനെ നോക്കില്ല. ഇപ്പോ സാധാരണ ഒരു വർക്ക് പ്ലേസിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. മോഡലിംഗ് ആണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർലി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബോഡി ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, അച്ഛൻ സംഗീതത്തിലുള്ള ആളാണ് എന്ന് പറഞ്ഞു, മകൻ പാടുമെങ്കിൽ ഒരു പാട്ട് പാടും. മലയാളം ഞാൻ പാടില്ല കേട്ടോ. നോ പ്രോബ്ലം. ഇംഗ്ലീഷ് ഇപ്പൊ പാടണോ? നോ പ്രോബ്ലം. കൊളാക്കണോ? കുഴപ്പമില്ല, എന്തായാലും അച്ഛന്റെ കുറച്ച് കിട്ടണം മകന്. അച്ഛന് മലയാളമാണ്. അച്ഛൻ ആക്ച്വലി ലിറിസിസ്റ്റ് ആണ്, പാട്ട് പാടുന്നില്ല. പാട്ട് പ്രൊഡ്യൂസ് ചെയ്യും, പാട്ട് ഇറക്കും. അതാണ് എന്റെ ഫാദർ ചെയ്യുന്ന ഒരു കാര്യം. ബിക്കോസ് ഹി ഈസ് വെരി മച്ച് പാഷനേറ്റ് അബൌട്ട് മ്യൂസിക്. അപ്പൊ അച്ഛൻ ഇപ്പോഴും കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെസ്റ്റേൺ, എനിക്ക് കൂടുതൽ പോപ്പ് സോങ്സ് അല്ലെങ്കിൽ എപ്പിക് സോങ്സ് ഉണ്ട്. നമ്മൾ ഈ ചിൽഡ് ഔട്ട് മ്യൂസിക് ഉണ്ടല്ലോ, റിലാക്സിങ് മ്യൂസിക്, അതൊക്കെയാണ് എനിക്ക് കൂടുതലും ഒരു എന്താ ഏതാ പാടാ പെട്ടെന്ന് പാടാന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് മ്യൂസിക് പാടേണ്ടതെന്ന് പാടിയാതി. Shoot me down, but I won't fall. I am titanium. Shoot me down, but I won't fall. I am titanium. Stone hard machine gun, firing at the ones who run. Stone hard, thus bulletproof glass. Super. Thank you. Okay. അച്ഛൻ മ്യൂസിക്കാണ്, മകൻ ഇപ്പോൾ ആക്ടിങ് ആണ്. എന്താണ് ഡ്രീം? സത്യം പറഞ്ഞാൽ ഏവിയേഷൻ ആണ് ഡ്രീം എന്ന് പറഞ്ഞു, പാഷൻ ആയിരുന്നു. സിനിമ അവിടെ പറഞ്ഞില്ലായിരുന്നു പാഷന്റെ കാര്യത്തിൽ. ആക്ച്വൽ ഡ്രീം എന്ന് പറഞ്ഞാൽ ഏവിയേഷൻ ആണോ? ആക്ച്വൽ ഡ്രീം എന്ന് പറയുന്നത് ഒരുപാട് ഡ്രീംസ് ഉണ്ട് നമുക്ക്.
ഓക്കെ, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ഏജ് മാറുന്നതോറും നമുക്ക് നമ്മുടെ ഡ്രീം മാർക്കുണ്ട്. പക്ഷെ എന്തായാലും നമുക്കൊരു സോൾ ആയിട്ടൊരു ഡ്രീം കാണുമല്ലോ. കാരണം നമ്മൾ കുട്ടിക്കാലത്തെ നമുക്കൊരു ഇത് കാണും, ഏതൊരു ഒരു സാധനത്തിനോട് ഇഷ്ടം. അതെന്തായിരുന്നു? എനിക്ക് ഏവിയേഷൻ തന്നെയാണ്. കുട്ടിക്കാലം തൊട്ടിട്ട് എന്ന് പറയുമ്പോ എനിക്ക് ഏവിയേഷനാണ് പറക്കാനാണ് ഇഷ്ടം. യെസ്, പറക്കാനും പറപ്പിക്കാനും. ഓക്കെ, സോ യു ആർ എ ക്യാബിൻ ക്രൂ ഓർ എ പൈലറ്റ്? ഐ ആം ആക്ച്വലി മെയിൻ്റനൻസ് ടെക്നീഷ്യൻ. എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിന്റെ വിഭാഗമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. സോ എനിക്ക് പൈലറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ബട്ട് ഡ്യൂ ടു സം ഹെൽത്ത് റെസ്ട്രിക്ഷൻസ് ഐ വാസ് നോട്ട് ഏബിൾ ടു ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ്. ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പൊ ഇല്ല, ഹെൽത്തിന് കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പം അടുത്തൊന്ന് ട്രൈ ചെയ്യും പൈലറ്റ് ആവാൻ. ശ്രമിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ശ്രമിക്കുന്നുണ്ട്. Nothing is impossible. Yes, exactly. Yeah. ഈ ഒരു സീൻസ് എല്ലാം എങ്ങനെയായിരുന്നു, ഡയലോഗ്സ് എല്ലാം എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്? കാണാപ്പാടം പഠിച്ചു? ഐ എം നോട്ട് ഗുഡ് അറ്റ് റിമെമ്പറിംഗ് ഡയലോഗ്സ്. അപ്പോ പ്രോംപ്റ്റിംഗ് ഉണ്ടായിരുന്നു, പറഞ്ഞു തരും ഡയലോഗ്. അപ്പൊ ചില ഭാഗത്ത് ഡയലോഗ്സ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡയറക്ടറെ മുൻകൂട്ടി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിഫോർ ദ ഷൂട്ട്. അപ്പോ എന്റെ ഒരു അറിവിൽ വെച്ചിട്ട് ഞാനായിരിക്കും ഒരു ആർട്ടിസ്റ്റ്. ലൈക്ക് സ്ക്രിപ്റ്റ് മൊത്തത്തിൽ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഞാൻ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഭാഗങ്ങൾ മാത്രമാണ് അവർ അഭിനയിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ കഥ എന്താണ്, സ്ക്രിപ്റ്റ് മൊത്തം എന്താണ്, ഓരോരുത്തരും എന്ത് ഡയലോഗ് പറയുന്നതെന്നൊക്കെ ഒരു ചെറിയൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ചിലരിപ്പോ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോ അവര് ചോദിക്കും എന്താണ് ഇവിടെ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിക്കും. ഡയറക്ടറോട് അവരോടൊന്നും ചോദിക്കില്ല, ഇവിടെ ഇപ്പൊ എന്താ ഷൂട്ട് ചെയ്യണേ, എന്താണ് രംഗം, വാട്ട് ഈസ് ദ സിനാരിയോ, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. അപ്പൊ ഞാനത് പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇന്ന ദിസ് ഇസ് വാട്ട് ഈസ് ദ തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓവർ ദെയർ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ സ്ക്രിപ്റ്റ് മെമ്മറൈസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അത് ഒരു തവണയില്ല, 2-3 ദിവസമൊക്കെ സ്ക്രിപ്റ്റ് എന്റെ ഡയറക്ടർ അത്രയും കോൺഫിഡന്റോട് കൂടിയിട്ട് സ്ക്രിപ്റ്റ് എന്റെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. സാധാരണ ചിലവര് സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചു പോവില്ല. എന്നോട് ഡയറക്ടർ പറഞ്ഞു, നീ സ്ക്രിപ്റ്റ് വെക്ക്, ഇവിടെ വെക്ക്, നീ ഇത് നിനക്ക് സമയമുള്ളപ്പോ നീ ഇന്ന് വായിക്ക്, മനസ്സിലാക്ക്, പഠിക്കണ്ട, ബൈഹാർട്ടൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞു, ജസ്റ്റ് മനസ്സിലാക്ക്, വെക്കെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതാണ് ഞാനും ഡയറക്ടർ തമ്മിലുള്ള ഒരു റിലേഷൻ. ഞങ്ങള് ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള റിലേഷൻ അല്ല ഞങ്ങള് ശരിക്കും ഒരു നല്ലൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഡയറക്ടർ സാറിന് എന്റെ അച്ഛന്റെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ്. സോ എന്നെ ഒരു മോൻ പോലെയാണ് കണ്ടത്. ഓക്കെ ആകാശ്, താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ തനിക്ക് വരട്ടെ. താങ്ക് യു മാൻ. താങ്ക് യു.